ഇറാനെതിരെ യുദ്ധം ചെയ്യാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കോൺഗ്രസിന്റെ അനുമതി വാങ്ങണമെന്ന് ജനപ്രതിനിധി സഭയിൽ പ്രമേയം. 208-നെതിരെ 215 വോട്ടിന് പ്രമേയം പാസായി. ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രമേയത്തെ 4 റിപ്പബ്ലിക്കൻ അംഗങ്ങൾ പിന്തുണച്ചു. അതിനിടെ കുവൈറ്റ് വിമാനത്താവളം ആക്രമിച്ചിട്ടില്ലെന്നും പതിച്ചത് അമേരിക്കയുടെ തന്നെ ലക്ഷ്യം തെറ്റിയ മിസൈലാണെന്നുമുള്ള വാദവുമായി ഇറാൻ രംഗത്തെത്തി. ഇന്നലെ വിമാനത്താവളത്തിൽ മിസൈൽ പതിച്ച് 3 മലയാളികൾ ഉൾപ്പെടെ പരിക്കേൽക്കുകയായിരുന്നു. ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. വിമാനത്താവളത്തിലെ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കരയും ദുബായിൽ നിന്ന് മുഹമ്മദ് റഹീസും ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ആദ്യം മധുവിലേക്കാണ്. മധു, ഗുഡ് മോർണിംഗ്. US കോൺഗ്രസിന്റെ അംഗീകാരം വേണം യുദ്ധത്തിന് എന്ന പ്രമേയം പാസ്സാവുകയാണ്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ കൂടുതൽ സമ്മർദ്ദത്തിലേക്ക് പോകുന്നു. അതിനിടയിലും ഈ ആക്രമണങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും കരാറിലെത്തുമെന്ന് ആവർത്തിക്കുകയാണല്ലോ ട്രംപ്. ഗുഡ് മോർണിംഗ് ഗോകുൽ. കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്കയും ഇറാനും പരസ്പരമുള്ള വ്യോമാക്രമണങ്ങൾ ശക്തമാക്കിയായിരുന്നു. പ്രത്യേകിച്ച് കുവൈറ്റിന് നേരെയുള്ള ആക്രമണം വലിയ ചർച്ചയായിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ കുവൈറ്റിനെ ആക്രമിച്ചത് IRGC അല്ലെന്നാണ് ഇസ്ലാമിക് റവല്യൂഷണറി അവർ പറയുന്നത്. അവർ പറയുന്നത് അമേരിക്കയുടെ ഒരു പേട്രിയറ്റ് മിസൈൽ ലക്ഷ്യം തെറ്റി വീണതാണെന്നാണ്. എന്നാൽ അമേരിക്കയുടെ US സൈന്യം ഇത് നിഷേധിച്ചിരിക്കുകയാണ്. ഇത് കൂടാതെ ഒമാൻ വഴി പോയ ഒരു പടക്കപ്പൽ ഇറാൻ ആക്രമിച്ചതായിട്ടും IRGC അവകാശപ്പെട്ടിട്ടുണ്ട്. ഇതും US സൈന്യം തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അതേസമയം US കോൺഗ്രസിൽ ഡൊണാൾഡ് ട്രംപിന് ഇന്ന് വലിയ തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. അവിടെ ഈ പവർ റെസൊല്യൂഷൻ ആ പ്രമേയം അത് US കോൺഗ്രസ് അത് അപ്രൂവ് നൽകിയിരിക്കുകയാണ്. 208-നെതിരെ 215 പേരാണ് ഈ പ്രമേയത്തെ അനുകൂലിച്ചിരിക്കുന്നത്. ഇതോടുകൂടി ഇറാനില് യുദ്ധം തുടരണമെന്നുണ്ടെങ്കിൽ US കോൺഗ്രസ് അത് പ്രഖ്യാപിക്കണം. അത് മാത്രമല്ല US സൈനികരെ തിരികെ കൊണ്ടുവരാൻ ഒരുപക്ഷെ US കോൺഗ്രസ് ആവശ്യപ്പെട്ടിരിക്കാം. പക്ഷേ ഇതിപ്പോൾ ഒരു സിംബോളിക് മാത്രമാണ്. കാരണം US സെനറ്റിന്റെ അംഗീകാരം വേണം. അത് കഴിഞ്ഞ് അത് ഒരു തർക്ക വിഷയത്തിലേക്ക് പോകാനുള്ള സാധ്യതയുമുണ്ട്. അതേസമയം ചർച്ചകൾ ഒരു വശത്ത് നല്ല രീതിയിൽ പോകുന്നുണ്ടെന്നാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി പറയുന്നത്. പക്ഷേ യുദ്ധവും ആക്രമണവും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്നാണ് അവരുടെ നിലപാട്. ഇത് കൂടാതെ ലെബനനിൽ ഇരുകൂട്ടരും ഇസ്രയേലും അതുപോലെ ഹിസ്ബുള്ളയും ഒരു വെടിനിർത്തലിന് ഒരു ധാരണയായിട്ടുണ്ട്. ചില പ്രൈം സ്പോട്ടുകൾ അതൊരു വെടിനിർത്തലിന്റെ ഭാഗമായിട്ട് ഒഴിവാക്കാനാണ് പ്രാഥമിക ധാരണ. ഗോകുൽ, മധു കൊട്ടാരക്കരയാണ് അമേരിക്കയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും ഇന്നലെ പതിച്ച മിസൈൽ അത് ഇറാന്റേതല്ല, കുവൈറ്റിൽ പതിച്ചത് അമേരിക്കയുടെ തന്നെ മിസൈൽ ലക്ഷ്യം മാറി പതിച്ചതെന്നാണ് IRGCയുടെ വിശദീകരണം വരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.